पति ब्रह्मचारी എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ മരുമോള് മണവാട്ടിയുടെ രൂപത്തിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണ്ടേ? അപ്പൊ പെങ്ങളെ ഒരു മിനിറ്റ്. ഞങ്ങളുടെ നാട്ടില് വലം വയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ മുഖം കാണിക്കാറില്ല. വലം വയ്പ്പൊന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഇഷ്ടം പോലെ മരുമകളുടെ മുഖം കാണാലോ. കൊണ്ടുവയ്ക്കോ. ഈ കല്യാണം എന്നെ സംബന്ധിച്ച് രാജയോഗത്തിലേക്കുള്ള പടവുകളാണ്. ആ പടവുകൾ കയറി വേണം എനിക്ക് രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിലെത്താൻ. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഇഷയുടെ കല്യാണം നടന്നേ തീരൂ. നിങ്ങൾ 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. സാർ ഇവിടെ ഈശയെ രക്ഷിക്കാൻ ഒന്നോട് ശ്രമിക്കുക വേണ്ടത്. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ചിലപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് സഹോദരിക്ക് വേണ്ടി അലിഞ്ഞാലോ? ഗുലാബ് സിംഗ് നിയമങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാറാ പതിവ്. അത് പാലിക്കാത്തവന് ശിക്ഷയും സ്വന്തമായിട്ട് കൊടുക്കാറാ പതിവ്. നീ എന്റെ മോളല്ല, പക്ഷേ ഞാൻ കീ കൊടുക്കുന്ന ഒരു പാവയാണ്. ഞാൻ കൊടുക്കുന്ന കീക്കനുസരിച്ച് മാത്രം നീങ്ങാൻ കഴിവുള്ള ഒരു പാവ. നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് ഒന്നിനും കൊള്ളാത്ത ഈ ചെറുക്കനല്ല, പുരുഷോത്തമൻ സാറിന്റെ മകനാണ്. അതുകൊണ്ട് നീ അവന്റെ ഭാര്യയായി തന്നെ ഇരിക്കണം, ഇരുന്നേ തീരൂ. അതെ, ഞാൻ നിന്നെ ചതിക്കായിരുന്നു. അവനെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രത്യേകിച്ച് നാടകമൊന്നും കളിക്കാതെ നീ തന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന പോലെ ചെയ്തതാ.
മോളെ, എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ വരുന്ന ഒരു ദിവസം തന്നെ ഇത്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആകണ്ട, എല്ലാം നന്നായി തന്നെ വരും. നീ തൽക്കാലം വീട്ടിൽ നിന്നും പോകുന്നല്ലേ ഉള്ളൂ, ഞങ്ങളുടെ മനസ്സിൽ നിന്നും പോകില്ലല്ലോ, അല്ലേ? നോക്ക്, ഇവിടെ വേഷം കെട്ടെടുത്താണ്ടല്ലോ, ഇവിടെ നടക്കുന്നതിനോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ ആര് എന്തൊക്കെ പറയുന്നോ അത് പുഞ്ചിരിയോടുകൂടി അനുസരിക്കാൻ നോക്കിക്കോ. അതായിരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത്. മനസ്സിലായോ? ചെല്ല് ചെല്ലു മോളെ, ധൈര്യമായിട്ട് ചെല്ല്. വരൂ, നടക്കൂ. ആ ആ അങ്ങനെ വരൂ. ഇരിക്കും മോളെ, ഇരിക്കുക. ഇരിക്കുക. എല്ലാം നന്നായിട്ട് നടക്കും. സർ, എൻ്റെ വല്യമ്മയുടെ കാലിൻ്റെ ഒരു ഓപ്പറേഷന്. ശിക്ഷ കിട്ടിയതും കിട്ടി, അത് സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ. എന്തൊരു കുറുക്കന്റെ ബുദ്ധി അയാൾ കാണിച്ചത്. നിന്നെ സ്നേഹിച്ചിരുന്ന ചെറുക്കൻ അവൻ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? ഇനിയോ നിന്റെ അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് കല്യാണം കഴിച്ച് ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ അടിമയെ പോലെ കഴിയാനാ നിന്റെ വിധി. മോളെ, കൈ നീട്ട് മോളെ. ഞാനാ നിന്റെ വിധി നിർണയിക്കുന്നത്. ഈ ഞാൻ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എന്താ ഈ പറയുന്നേ? മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഈ കല്യാണത്തിന് ഒരുക്കമല്ല. കാരണം എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് എല്ലാം മാപ്പ് പറയാ. എനിക്ക് നിങ്ങൾ ആരെയും ചതിക്കാൻ വയ്യ. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് എല്ലാവരും ഇവിടെ നിന്ന് പോയി തരണം. ഇത് കൊള്ളാലോ. നിറം വെളുത്തതാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാണല്ലോ. എന്തായാലും നിന്റെ ഈ സ്വഭാവം കല്യാണത്തിന് ശേഷം കാണിക്കാതെ മുമ്പേ കാണിച്ച നന്നായി. പിന്നെ നിങ്ങളോട് കൊച്ചുമോൾക്ക് ഇത്ര നീളമുള്ള നാവ് കൊടുത്തു, അതിനോടൊപ്പം സംസ്കാരവും കൊടുക്കാമായിരുന്നു. നോക്കൂ, അവള് കൊച്ചുകുട്ടിയാ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചൂടെ? വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത് മരുമകളെയാ, ചലിക്കുന്ന പാവയല്ല. മറ്റൊന്നും വിചാരിക്കരുത്. കൊള്ളാം ഗുലാബ് സിംഗ് സാറേ, കൊള്ളാം. ഞങ്ങളുടെ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ആ കൊച്ചു വാ തുറന്നത്. അല്ലെങ്കിലേ ഞങ്ങൾക്ക് തല പുറത്തിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാരും വന്നേ, ഇനി ഈ കല്യാണം നടക്കില്ല. വരൂ. നോക്കൂ പുരുഷോത്തമ സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു രാഷ്ട്രീയ നേതാവായി വാഴാമെന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഉണ്ടല്ലോ, അതങ്ങ് വാങ്ങിവെച്ചേ. ഇനി ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ കണ്ണു മുന്നിൽ പോലും കണ്ടുപോരുത്. കണ്ടാൽ അത് തന്റെ നാശത്തിനായിരിക്കും. നടക്ക്.
അങ്ങനെ ഒടുവിൽ നിന്റെ അമ്മയുടെ വൃത്തികെട്ട ചോര ആ സ്വഭാവം കാണിക്കുന്നു ചെയ്തു അല്ലേ? എല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ? നീയൊക്കെ എന്തിനാ? അമ്മേ, അച്ഛാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും എന്റെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഒരു നല്ല അച്ഛനാണെന്ന്. എന്നിട്ട് എന്തിനാ അച്ഛാ രോഹൻ എന്നിൽ നിന്ന് അകറ്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛാ, ദയവായി രോഹനെ വിട്ടേക്കൂ. എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല. അച്ഛാ പ്ലീസ്, പ്ലീസ് അച്ഛാ. ഇനി നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടറിഞ്ഞു. അത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിന്റെ വിവാഹം വളരെ നല്ലൊരു കുടുംബത്തിൽ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും. നീ കണ്ടോ, ഞാനാണ് ഇവിടെ എല്ലാവരുടെയും വിധി നിർണയിക്കുന്നത്. കാരണം ഞാനാ നിങ്ങളുടെ എല്ലാവരുടെയും വിധികർത്താവ്. നോക്കുമോളെ, ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാലി വീഴുന്ന മാപ്പ് ചോദിക്കാം. എന്താ? വാ വാ. ഇല്ല അച്ഛാ, ദയവായി ഇതൊന്ന് നിർത്താവോ പ്ലീസ്? നിങ്ങൾ എന്റെ അച്ഛനാണ്, ബ്രഹ്മാവല്ല. അച്ഛന്റെ ഈ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, അമ്മയുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യമുണ്ടോ അതേപോലെ ഞാൻ ഈ പറയുന്ന വാക്കിലും സത്യം ഉണ്ടാവും. എന്റെ മോൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കില്ല. പറഞ്ഞോ. ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നോക്കട്ടെ. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം. നീ ടെൻഷൻ ആവണ്ട. ഓക്കെ. ഇവിടെ ഓൾറെഡി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ സാറിനോട് ക്യാഷ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? സാർ, അത് നിനക്ക് ആവശ്യം പണമല്ലേ? പറ, നിനക്ക് ആവശ്യം പണമല്ലേ? അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ച്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടതായി വരും. അതും ഇപ്പോൾ ഈ നിമിഷം. സാർ, അത് അനുരാഗ് എങ്ങനെയെങ്കിലും അച്ഛനെ തടയാൻ നോക്കൂ പ്ലീസ്. അച്ഛാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇഷയും നീ എന്നെ നിന്റെ വിധികർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ അഭിമാനം കൊണ്ടല്ലേ നീ കളിച്ചത്? എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാ കളിക്കാൻ പോകുന്നത്. അനുരാഗ്, നീ എന്നെ നിന്റെ വിധികർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. അനുരാഗ്,
നിനക്കത് അനുസരിക്കാതെ വഴിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ വിധി നിർണയിക്കുന്നത് ഞാനാ. ഞാൻ ഇല്ല, അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല അച്ഛാ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛാ 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 അച്ഛാ, അച്ഛാ, അച്ഛന് ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛാ, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. തിരുമേനി, ആ പുടവയും എടുത്തേ. അരുത്, അരുത്. അച്ഛാ, അച്ഛാ വേണ്ട, ഇങ്ങനൊന്നും ചെയ്യരുത്. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അച്ഛാ പ്ലീസ്, എന്തായി കാണിക്കുന്നേ? എടാ സൂരജ്, ഇതിന്റെ ഒരു അറ്റം കെട്ടിക്കോ, സമയം അധികമില്ല. ഇല്ല ഇല്ല, സൂരജ് ഇത് തെറ്റാണ്. സൂരജ് എന്നോട് നീ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സൂരജ് ദയവായി ഇതിൽ നിന്ന് പിന്മാറും. അവരുടെ കാല് നേരത്തെ തന്നെ അല്പം വീക്കായിരുന്നു. ഇപ്പൊ വീഴുകയും കൂടി ചെയ്തപ്പോ കാല് കുറച്ചുകൂടി ഡാമേജ് ആയി. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. എനിക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും പിന്നെ നിന്നിലും പൂർണ്ണ വിശ്വാസം. ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ കാശടയ്ക്കാതെ എനിക്ക് മറ്റൊരുക്കങ്ങളൊന്നും ചെയ്യാൻ ഞാൻ കഴിയില്ല. നിങ്ങൾക്ക് വാക്ക് തരാം, ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. സൂരജ്, നീ അവിടെ നിന്ന് എന്താ ആലോചിക്കുന്നേ? നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവനല്ലേ? സർ എന്നല്ലേ നീ എന്നെ വിളിക്കുന്നേ? അപ്പോൾ നീ എന്റെ ഈ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങോട്ട് കയറി വാ. സൂരജ്, വരാനാ പറഞ്ഞത്. ഞാൻ വല്യമ്മയ്ക്കും വല്യമ്മയുടെ കാലിനും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല, മനസ്സിലായോ? സൂരജ്, ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? എനിക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും അതുപോലെ നിന്നിലും പൂർണ്ണ വിശ്വാസമുണ്ട്. നോക്ക് സൂരജ്, സൂരജ് നീ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത്. നിർത്ത. ഞാൻ നിന്റെ തലയിൽ വയ്ക്കുന്നത് ഈ ബ്രഹ്മചാരിയായ ഗുണ്ടയാണ്. ഇന്നു മുതൽ ദിവസവും നീ ഒരു കാര്യം ഓർത്ത് ദുഃഖിച്ചിരിക്കും. സ്വന്തം അച്ഛനെതിരെ പ്രവർത്തിച്ചത് തെറ്റായെന്നുള്ള കാര്യം. ഇനി മുതൽ ദിവസവും ശ്വാസം മുട്ടിയായിരിക്കും നീ ജീവിക്കുന്നത്. ആ തലയിലെടുത്ത് നിനക്ക് മാറ്റാൻ കഴിവുണ്ടെങ്കിൽ മാറ്റി കാണിക്കുന്നേ. ഞാനൊന്ന് കാണട്ടെ. തലയിലെടുത്ത് മാറ്റാൻ മാത്രം എന്റെ മോൾക്ക് ശക്തി ഉണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. കഴിയൂ നിനക്ക്? ആദ്യത്തെ വാക്ക്, ഇന്നു മുതൽ നിങ്ങൾ എല്ലാ നല്ലതും ശുദ്ധവുമായ കാര്യങ്ങളിൽ എന്നെ കൂടെ കൂട്ടുമെന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒരുമിച്ചായിരിക്കും സഹിക്കുന്നത്. രണ്ടാമത്തെ വാക്ക്, നമ്മൾ പരസ്പരം നമ്മളോടും
നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറും. നിങ്ങൾ എനിക്ക് എപ്പോഴും സ്നേഹവും ബഹുമാനവും മാന്യതയും നൽകും. മുത്തശ്ശി, മുത്തശ്ശി ഇത് കാണുന്നില്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത് കാണുന്നില്ലേ? മുത്തശ്ശി എന്താ മിണ്ടാതിരിക്കുന്നത്? മുത്തശ്ശി ഇവരൊന്ന് തടയാൻ നോക്ക്. അവൾക്കൊക്കെ ഇത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്കൊക്കെ വിഷയോട് ഇത്രമാത്രം വേർപ്പുണ്ടെങ്കിൽ എന്തിനാ അവളെ എങ്ങനെ ശിക്ഷിക്കുന്നത്? കുറച്ച് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞൂടെ? ശർക്കര കൊണ്ട് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിഷം എന്തിനാ കൊടുക്കുന്നേ? മൂന്നാമത്തെ വാക്ക്, നിങ്ങൾ എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കും. എന്നെ ഒരിക്കലും ഏതൊരവസ്ഥയിലും തനിച്ചാക്കില്ല. ഞാൻ എപ്പോഴും നിങ്ങളെ നന്മയും ശുദ്ധിയുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. നാലാമത്തെ വാക്ക്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടെയായിരിക്കും നിറവേറ്റുന്നത്. അങ്ങനെ ഒരിക്കലും ആർക്കും ഒന്നിനും ഒരു കുറവുമില്ലാത്ത രീതിയിലായിരിക്കും നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ സന്തോഷങ്ങളിലും അതുപോലെ എല്ലാ ദുഃഖങ്ങളിലും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അവസാനത്തെ വാക്ക്, നമ്മൾ പരസ്പരമുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒരിക്കലും ദുർബലമാകാൻ അനുവദിക്കില്ല. നിങ്ങൾ എപ്പോഴും ആജീവനാന്തം എൻ്റേത് മാത്രമായിരിക്കും. ഞാനും ജീവിതകാലം മുഴുവൻ നിങ്ങളുടേത് മാത്രമായിരിക്കും. അപ്പോ ഈ ചടങ്ങ് പൂർണ്ണമായിരിക്കണോ? ഇതോടെ വലം വെക്കല് തീർന്നു. ഇന്നു മുതൽ നീ എൻ്റെ ഭർത്താവായി കഴിഞ്ഞു. ഇതോടെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കണോ?